ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ കോപ്പിറൈറ്റ് വന്ന മോണിറ്റൈസ് ആവോ എന്നാണ് എല്ലാവരുടെയും സംശയം. അതിന്ന് എന്തായാലും ഞാൻ ക്ലിയർ ആക്കി തരും. അങ്ങനെയുള്ള വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് നേരെ കണ്ടന്റിലേക്ക് പോവാം. അപ്പോൾ ഗായ്സ്, സംഭവം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കോപ്പിറൈറ്റ് വരാനുള്ള പ്രധാന കാരണത്തിൽ ഒന്നാണ് മ്യൂസിക്. നിങ്ങളിടുന്ന മ്യൂസിക്കിനായിരിക്കും ഫസ്റ്റ് നിങ്ങൾ കോപ്പിറൈറ്റ് കിട്ടുക. രണ്ടാമത്തെ കാരണം, ചിലപ്പോൾ നിങ്ങൾ വേറെ ആരെങ്കിലും ഒരു കണ്ടന്റ് അയാൾ ഏതെങ്കിലും സോഷ്യൽ മീഡിയ ഇട്ട കാര്യമായിരിക്കാം. അത് നിങ്ങളെടുത്ത് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ, നിങ്ങൾ ചാനൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അതൊരു കോപ്പിറൈറ്റ് ആയിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളിപ്പം ഇൻസ്റ്റാഗ്രാമിൽ നിന്നും വാട്സപ്പിൽ നിന്നൊക്കെ എല്ലാവരും സ്റ്റാറ്റസ് ഒക്കെ ഇടുന്നുണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ യൂട്യൂബിലേക്ക് ഇടാൻ നേരത്ത് അതിനകത്ത് നിങ്ങൾക്ക് ആ കോപ്പിറൈറ്റ് വരാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, അപൂർവം ചിലർക്ക് മാത്രമേ അങ്ങനെ വരാതിരിക്കുള്ളൂ. അപ്പം അങ്ങനെയെന്നുള്ള വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ എത്രയും വേണം ഡിലീറ്റ് ചെയ്യുക, അല്ലാതെ വേറെ മാർഗ്ഗമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇനി ലോങ് വീഡിയോസ് ഇടാൻ നേരത്ത് കോപ്പിറൈറ്റ് ആണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങൾ കോപ്പിറൈറ്റ് ചെയ്യുക, നിങ്ങൾ ഏത് സോങ് ഇട്ടാൽ കോപ്പിറൈറ്റ് ചെയ്യും, ഞാൻ എങ്ങനെ സോങ് ഇടുമോ എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നവർക്കാണ് ഈ വീഡിയോ. അതായത് നിങ്ങൾക്കിപ്പം വ്ളോഗ് ചെയ്യുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടന്റ് ചെയ്യുന്നവർ, ഈ ഷോർട്ട് ഫിലിം അങ്ങനെയുള്ള കാര്യം എന്തുവേണോ അവർക്കൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയി ഇടാൻ വേണ്ടി അവർക്ക് പറ്റുന്നില്ല. കാരണം കോപ്പിറൈറ്റ് കിട്ടുന്നു. എനിക്ക് മുമ്പ് കുറേ വീഡിയോസ് കിട്ടിയിട്ടുണ്ട്. കുറച്ച് സമയം ഞാൻ മനസ്സിലാക്കി എങ്ങനെ മാറ്റാം, എങ്ങനെ ഈ കോപ്പിറൈറ്റ് മ്യൂസിക് ഒക്കെ ഇടാന്ന്, അതായത് കോപ്പിറൈറ്റ് ഫ്രീ മ്യൂസിക് ഒക്കെ എങ്ങനെ ഇടാന്ന് കണ്ടുപിടിച്ചത്. സംഭവം എന്ന് പറയുമ്പോൾ ഈ കോപ്പിറൈറ്റ് ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ നേരെ ആദ്യം നമ്മളെ കോപ്പിറൈറ്റ് ഉള്ള വീഡിയോസ് ഉണ്ടല്ലോ, നമ്മൾ വൈറ്റി സ്റ്റുഡിയോയിൽ കയറിയിട്ട് ആ വീഡിയോസ് ഒന്ന് ക്ലിക്ക് ചെയ്യണം. വൈറ്റി സ്റ്റുഡിയോയിൽ കയറി ക്ലിക്ക് ചെയ്യുക, യൂട്യൂബിൽ ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം കയറി ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് അതിനകത്ത് ആ ഒരു കോപ്പിറൈറ്റ് വിസിബിലിറ്റി, അവിടെ കോപ്പിറൈറ്റ് എന്നൊന്ന് കിടക്കുമല്ലോ, റെസ്ട്രിക്ഷൻസിൽ കോപ്പിറൈറ്റ് ഒന്ന് കിടക്കും. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ റിവ്യൂ ഇഷ്യൂസ് കൊടുക്കുക. അപ്പോൾ അവിടുത്തെ സോങ്ങിനായിരിക്കും മിക്കവാറും കോപ്പിറൈറ്റ് കണ്ടന്റ് വന്നിട്ടുണ്ടാവുക. അപ്പോൾ അവിടെ രണ്ട് ഓപ്ഷൻസ് കാണും, മൂന്ന് ഓപ്ഷൻസ് കാണും. ഒന്ന് ഡിസ്പ്യൂട്ട്, നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും, അത് നമുക്ക് വേണ്ട. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പം പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ കണ്ടന്റാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഡിസ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. അത് അതിനേക്കാളും ബെറ്റർ എന്ന് പറയുമ്പോൾ ഒന്നി നമ്മൾ ആ സോങ് ഇറേസ് ചെയ്ത് കളയാൻ പറയണം. നമുക്ക് ആ സോങ് ഇല്ലാതെ അപ്ലോഡ് ചെയ്താൽ, സോങ് ഇല്ലാതെ പറ്റുമെങ്കിൽ ആ സോങ് ഇറേസ് ചെയ്ത് കളയുക. അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള, അതായത് ആ സോങ് എവിടെയൊക്കെ ഉണ്ടോ അവിടുത്തെ മൊത്തവും സൗണ്ട്സ്, എല്ലാ ക്ലെയിംഡ് സെഗ്മെന്റ്സും മ്യൂട്ടാക്കും. ഇപ്പം നമ്മൾ പറയുന്ന സൗണ്ട് വരെ അവർ ആ സൗണ്ട് വരെ അവർ മ്യൂട്ടാക്കി കളയും. അല്ലെങ്കിൽ നമ്മൾ സോങ് മാത്രം റേസ് ചെയ്ത് കളയും. അപ്പോൾ ആ കോപ്പിറൈറ്റ് താനെ പോകുന്നതാണ്. അതാണ് ഇങ്ങനെയുള്ള കോപ്പിറൈറ്റ് ക്ലെയിമാണ് നിങ്ങൾക്ക് പാർഷ്യലി ബ്ലോക്കഡും ടോട്ടലി ബ്ലോക്കഡും ഒക്കെ ആയിട്ട് തോനെ വരുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ അത് റെസ്ട്രിക്ഷൻസിൽ പാർഷ്യലി ബ്ലോക്കഡ് കാണും, ചിലപ്പോൾ ഫുള്ളായിട്ട് ഗ്ലോബലി ആയിട്ട് ബ്ലോക്കഡ് കാണും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വരുന്ന ഈ കോപ്പിറൈറ്റിന് കാരണമാണ്. അത് എല്ലാവർക്കും വരുന്ന സോങ്ങിലാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. ഓക്കെ, അത് എങ്ങനെ മാറ്റാന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഓക്കെ, അത് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന നിനക്ക് ചെയ്യുക, സെറ്റാവും. ഓക്കെ, അപ്പോൾ അത് വന്നവർക്ക് ഇനി മാറ്റും. ഇനി അത് വരാതിരിക്കാൻ, അതായത് നമ്മൾ വരാതെ എങ്ങനെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടാന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് അത് വരാതിടാൻ വേണ്ടി നമ്മൾ ആദ്യം ആ വീഡിയോസ്, ലോങ് വീഡിയോസ് ആയിരുന്നാലും, ലോങ് വീഡിയോസ് ഞാൻ പറഞ്ഞത്, ലോങ് വീഡിയോസ് ഇടാൻ നേരത്തെ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേണം. എന്നാലും അതിന് കാണാൻ നമ്മൾ കണ്ടിരിക്കാൻ വ്യൂവേഴ്സിന് ഒരു ഇൻട്രസ്റ്റ് തോന്നിക്കുള്ളൂ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് വേണ്ടി നമുക്ക് യൂട്യൂബ് തന്നെ കുറച്ച് ടൂൺസ് സോങ് ആയിട്ടില്ല ഗൈസ്, ടൂൺസ് മാത്രം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളെ ഓരോ മൂഡനുസരിച്ച്, ഹാപ്പി, സാഡ്, അങ്ങനെയുള്ള ഏത് മൂഡാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. അവർ യൂട്യൂബ് വഴി നമുക്ക് തരും. അത് എടുക്കാൻ വേണ്ടിയുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങളെ വൈറ്റി സ്റ്റുഡിയോ ക്രോമിൽ എടുക്കുക. നമ്മൾ കാണിക്കാം. അതായത് നിങ്ങൾ ക്രോം ആദ്യം ഓപ്പൺ ചെയ്യുക. എന്നിട്ട് യൂട്യൂബ് studio.com എന്ന് ടൈപ്പ് ചെയ്യുക, സെർച്ച് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ലോഗിൻ ഒരു ഓപ്ഷൻ വരും. അതിനകത്ത് ക്ലിക്ക് ചെയ്യാനായിട്ട് നിങ്ങളെ വൈറ്റി സ്റ്റുഡിയോ ആപ്പ് ക്രോം ബ്രൗസറിൽ ഓപ്പൺ ആകും. അപ്പോൾ എന്നിട്ട് നിങ്ങൾ അത് എടുക്കുക. അതിനകത്ത് ഇടത് സൈഡിൽ ഏറ്റവും താഴെ ഓഡിയോ ലൈബ്രറി എന്ന് പറഞ്ഞു, ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ കാണപ്പെടുന്ന ഒരു ഓഡിയോ ലൈബ്രറി എന്ന് പറഞ്ഞൊരു ആൽബത്തിൻ്റെ ഒരു സിഗ്നലാണ് കാണപ്പെടുന്നത്. ആൽബത്തിൻ്റെ സിഗ്നലാണ് കാണപ്പെടുന്നത്. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യാനായിട്ട് കുറേ അധികം സോങ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇഷ്ടംപോലെ സോങ്സ് നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ അതിനകത്തുനിന്ന് നിങ്ങൾ ഇഷ്ടമുള്ള ഏത് സോങ്സാണ് ആദ്യം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഫോണിൽ ഫയൽസ് സേവ് ചെയ്താൽ നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ നേരത്ത് ആ സോങ്സ് ഇട്ട് കൊടുത്താൽ മതി. ഒരു കോപ്പിറൈറ്റും വരില്ല. അപ്പോൾ നിങ്ങളായിരിക്കും ഈ യൂട്യൂബിൽ തന്നെ കോപ്പിറൈറ്റ് ഫ്രീ മ്യൂസിക് എന്ന് പറഞ്ഞ് കുറേ ചാനലിലൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അതൊക്കെ നിങ്ങൾക്ക് ഇപ്പം കോപ്പിറൈറ്റ് ഇല്ലാതെ കാണിക്കും. ബട്ട് പിന്നീട് മോണിറ്റൈസ് ആവുന്ന സമയത്ത് അതൊരു കോപ്പിറൈറ്റ് കണ്ടന്റ് ആയിട്ട് തന്നെ കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് വലിയ പ്രശ്നമാണ്, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കുറയാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ ഈ സംശയം ഞാൻ ആദ്യം പറഞ്ഞ പോലെ കോപ്പിറൈറ്റ് വന്നാൽ മോണിറ്റൈസ് ആവോ? ഇല്ല.
ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ ആർക്കും പാർഷ്യലി ബ്ലോക്കഡ് കാണില്ല, എല്ലാവർക്കും വ്യൂസ് കാണാൻ പറ്റും, പക്ഷെ കോപ്പിറൈറ്റ് ആണ്. കോപ്പിറൈറ്റ് നമ്മൾ റെസ്ട്രിക്ഷൻസ് ഒന്നും കിടക്കും. അപ്പൊ നിങ്ങൾ കുഴപ്പമില്ല, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെയല്ല, അത് ഇപ്പോൾ കുഴപ്പം കാണില്ല. നിങ്ങൾ ലാസ്റ്റ് മോണിറ്റൈസ് ആവാനുള്ള സ്റ്റെപ്സ് കംപ്ലീറ്റ് ആക്കുമല്ലോ, ആ സെക്കൻഡ് സ്റ്റെപ്പിലാണ് ഈ വിഷയം വരുന്ന. യൂട്യൂബ് നിങ്ങളെ വീഡിയോസ് എല്ലാം അനലൈസ് ചെയ്യാൻ നേരത്ത് ഇങ്ങനെ വല്ല റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരും. സ്ട്രൈക്ക് വന്നാൽ പിന്നെ 3 മാസത്തേക്ക് നിങ്ങൾ 3 മാസത്തേക്ക് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആവാൻ പറ്റില്ല. 3 സ്ട്രൈക്ക് ഒത്തു വരികയാണെങ്കിൽ നിങ്ങളുടെ ചാനൽ ടെർമിനേറ്റ് ആയി പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതുവരെ ഉള്ളത് ഏതെങ്കിലും ഷോർട്സിനാണെങ്കിൽ ഈ കാര്യം ഒന്നും പറഞ്ഞാൽ കിട്ടില്ല. ഷോർട്സിനാണെന്നെങ്കിൽ നാളെ ഡിലീറ്റ് ചെയ്യാതെ പറ്റുള്ളൂ, ഡിലീറ്റ് ചെയ്യാനേ പറ്റുള്ളൂ, വേറെ ഒന്നും ചെയ്യത്തില്ല. ഒരു ലോങ് വീഡിയോസ് ആണെങ്കിൽ സോങ് റേസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളെ മ്യൂട്ട് ക്ലെയിംഡ് സെഗ്മെന്റ്സ് അത് കൊടുക്കാൻ പറ്റും. ഏതോടെ കൊടുക്കാം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ. അല്ലെങ്കിൽ മറ്റെന്താണ് ആ സെഗ്മെന്റിനെ നമുക്ക് ട്രിം ചെയ്ത് കളയാൻ പറ്റും. അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് ആ ഒരു ഭാഗം ഏത് ഭാഗത്താണോ കട്ട് ചെയ്യാൻ കളയാൻ പറ്റും നമുക്ക്. ആ ഭാഗം ആ സോങ്ങുള്ള ഭാഗം കട്ട് ചെയ്യുകയാണെങ്കിൽ കട്ട് ചെയ്യാൻ കളയാൻ പറ്റും. ആ വീഡിയോ ഉൾപ്പെടാൻ കട്ടാകാൻ പോകും. അപ്പം ലോങ് വീഡിയോസ് ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കോപ്പിറൈറ്റ് വന്നവർക്ക് അങ്ങനെ ചെയ്യാം. വരാതിരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത്, നേരെ YT സ്റ്റുഡിയോ ക്രോം ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുക, ദെൻ ഓഡിയോ ലൈബ്രറി എടുക്കുക, അതിനൊരു സോങ് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആ സോങ് എടുത്തിട്ട് കൊടുക്കുക. അല്ലാതെ നിങ്ങൾ യൂട്യൂബ് ചാനലിൽ വേറെ ചാനലുകളിടും കോപ്പിറൈറ്റ് ഫ്രീ സൗണ്ട്സ് ഇതിട്ട കോപ്പിറൈറ്റ് വരില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ ചാനലുകൾ അങ്ങനെ മ്യൂസിക് ഇടുന്നുണ്ട്. ചിലതൊക്കെ ഇതായിരിക്കാം, പക്ഷെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരെണ്ണം പണി കിട്ടിയാൽ നിങ്ങളുടെ ചാനൽ ഫുള്ള് പോയി. ഒറ്റ വീഡിയോ മതി കാശ് നിങ്ങളുടെ ചാനലിൽ പോകുക. അതുകൊണ്ട് നിങ്ങൾ ഓരോ വീഡിയോസും വളരെയധികം ശ്രദ്ധിച്ച് വേണം ഇടാൻ. അപ്പൊ എനിക്ക് വന്ന കോപ്പിറൈറ്റ് ഒക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. കാര്യം ഒരെണ്ണമാണ് നിങ്ങൾക്ക് കാണിക്കാനാണ് ഇപ്പോൾ കോപ്പിറൈറ്റ് അതിനകത്തുള്ളത്, അതാണ് നിങ്ങൾ കാണിച്ചേക്കുന്നത്. ഓക്കെ, ബാക്കിയുള്ള കോപ്പിറൈറ്റ് ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഗ്ലോബൽ ആയിട്ടുള്ള കാര്യങ്ങൾ സോങ് ഇറേസ് ചെയ്ത് കളയാം. ഓക്കെ, വേറെ വഴിയില്ല. അപ്പൊ അതാണ് ചെയ്യേണ്ടത്. കോപ്പിറൈറ്റ് വരാതെ എല്ലാവരും നോക്കണം. പറഞ്ഞാൽ കോപ്പിറൈറ്റ് വരുന്ന രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, നിങ്ങളിടുന്ന മ്യൂസിക്കിലായിരിക്കും കോപ്പിറൈറ്റ്, ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ ആരെയും കണ്ടന്റ് ഇട്ടാലും കോപ്പിറൈറ്റ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ വേറെ ആരെയും കണ്ടന്റ് എടുത്ത് ഞാൻ ഇടാതെ നോക്കുക. ഫസ്റ്റ് കോപ്പി, അതായത് മോണിറ്റൈസ് ആവാതെ ഫസ്റ്റ് ആണ് നിങ്ങൾ ഈ ആൾക്കാരുടെ സ്റ്റാറ്റസ് ഇൻസ്റ്റ റീൽസ് ഒക്കെ നിങ്ങൾ എടുത്ത് ചിലപ്പോൾ ഡൗൺലോഡ് ചെയ്ത് യൂട്യൂബ് ഇടുമായിരിക്കും. അപ്പൊ കാണട്ടെ കൊള്ളാലോ എന്നൊക്കെ നിങ്ങൾ അങ്ങനെ എടുത്തിടും. പക്ഷെ അങ്ങനെ ഇട്ടുകൂടാ. അതായത് നമ്മൾ വേറൊരു സോഷ്യൽ മീഡിയയിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഈ യൂട്യൂബ് സോഷ്യൽ മീഡിയ ഇടാൻ പാടില്ല. അങ്ങനെ ഇട്ട് നിങ്ങൾക്ക് എത്രയും സ്ട്രൈക്ക് കിട്ടും. അതുകൊണ്ട് അങ്ങനെ ഇട്ടിട്ടുള്ളവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, സ്ട്രൈക്കൊന്നും ഇല്ലാത്തവരൊക്കെ കാണാം. അപ്പൊ അവരിലേക്ക് എനിക്കിതുവരെ കിട്ടിയല്ലോ എന്ന് വിചാരിക്കും. ഫാളിങ് ആണ് കിട്ടാത്തത്. അങ്ങനെ ഉള്ളവർ എത്രയും വേണം ഡിലീറ്റ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് മോണിറ്റൈസ് ആകുമ്പോൾ എല്ലാം ഒത്തു വരും. അപ്പൊ നിങ്ങൾ വളരെയധികം വിഷമിച്ചു പോകും. അതുകൊണ്ട് എല്ലാവരും നല്ല വൃത്തിയെ സ്ട്രോങ് ആയിരിക്കുക. നല്ല വൃത്തി യൂട്യൂബിലേക്ക് 100% വിശ്വാസത്തോടെ നിങ്ങൾ യൂട്യൂബിലേക്ക് മുന്നേറി പോവുക. അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോസ് വേറെ ഏത് കണ്ടന്റ് വേണമെന്നുള്ളത് പറയുക. അതിനനുസരിച്ച് ഞാൻ വീഡിയോസ് ഇനി ഇടുന്നതാണ്. ഇത് 3rd പാർട്ട് വീഡിയോ ആണ്. ഇതിന്റെ ഫസ്റ്റ് സെക്കൻഡ് പാർട്ടിന്റെയൊക്കെ വീഡിയോസിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ എല്ലാവരും കാണുക. അപ്പൊ എല്ലാവർക്കും ഗുഡ് ലക്ക്, സ്റ്റേ സേഫ് ആൻഡ് ബി മോട്ടിവേറ്റഡ്.